കയറിപ്പോന്ന പോക്കിന് ചത്തു വീഴും, തിരിച്ചു വരികയില്ല. അതാ ദൈവസാന്നിധ്യത്തിന്റെ പ്രത്യേകത. അതുകൊണ്ട് സകലവും ഓർത്തേറ്റു പറഞ്ഞ് ഉപേക്ഷിച്ച് യാഗവും നടത്തി. രണ്ടാമത്തെ ആടിനെ കൊണ്ടുവരും. രണ്ടാമത്തെ ആടിനെ രണ്ടാടുകളെ 2-3 മൃഗങ്ങളെ കൊണ്ടുവരും. ഈ രണ്ടിനെ നിർത്തി അവയ്ക്ക് വേണ്ടി ചീട്ടിടും. ഒരു ചീട്ട് ഒരാട്ടുകൊറ്റന്, അതിന് യഹോവയ്ക്കെന്നായിരിക്കും എഴുതിയിരിക്കുന്നത്. വേറൊന്ന് അസഹേൽ എന്ന് എഴുതിയിരിക്കുന്ന രണ്ടാമത്തെ ചീട്ട്. ആകെ 2 ആട്ടുകൊറ്റനേ ഉള്ളൂ, 2 ചീട്ടേ ഉള്ളൂ, ഓരോന്നിന് വീഴും. അസഹേൽ എന്ന ചീട്ട് വീണ ആട്ടുകൊറ്റന്റെ തലയിൽ മഹാപുരോഹിതനും പുരോഹിതന്മാരും ജനത്തിലെ ചില മൂപ്പന്മാരും ചേർന്ന് കൈവെക്കും. കൈവച്ചിട്ട് വരെയും ഈ ഒരു വർഷം ഇസ്രയേൽ അറിഞ്ഞോ അറിയാതെയോ ചെയ്തു പോയ സകല പാപങ്ങളും ആടെ ഞങ്ങൾ നിന്റെ മേൽ ചുമത്തുന്നു, നീ ജനത്തിന്റെ പാപം വഹിച്ചുകൊണ്ട് പോകണം എന്ന് പറഞ്ഞ് ആ ആടിന്റെ തലയിൽ കൈവെക്കും. ഈ ആടിനെ പ്രത്യേകം നിയമിക്കപ്പെട്ട ഒരു വ്യക്തിയുടെ കയ്യിൽ കൊടുത്തയക്കും. അദ്ദേഹം ഇതിനെ പാളയത്തിന്റെ വെളിയിൽ കൊണ്ടുപോയി അങ്ങ് വിടും. ജനത്തിന്റെ പാപം ഈ ആട് വഹിച്ചു കൊണ്ടുപോയി എന്നവർ വിശ്വസിക്കും. ഇത് ഓർപ്പിച്ചുകൊണ്ടാണ് യോഹന്നാൻ സ്നാപകൻ നമ്മുടെ യേശുവിനെ കുറിച്ച് പറഞ്ഞത്. ബിഹോൾഡ്, കണ്ടാലും. പദത്തിന് ഭയങ്കര അർത്ഥമാണ്. ബിഹോൾഡ്, കണ്ടാലും ലോകത്തിന്റെ പാപത്തെ ചുമന്നൊഴിക്കുന്ന ദൈവകുഞ്ഞാട്. എന്താ ഞാൻ അങ്ങനെ പറഞ്ഞതെന്നറിയാമോ? പഴയ നിയമത്തിൽ അധികം കാണാനൊന്നുമില്ല, എല്ലാം കേൾക്കാനേ ഉള്ളൂ. വന്ന് കേൾപ്പിൻ, ഉപദേശം കേൾപ്പിൻ, മഴ പോലെ പൊഴിയും, അങ്ങനെ പൊഴിയും. ക്രിസ്തുവിൽ മാത്രം നിവർത്തിക്കപ്പെടുന്ന ഒന്നാണ് കാണാനുള്ളത്. പണ്ട് സുവിശേഷം കേൾക്കാനേ ഉള്ളായിരുന്നു, ഇപ്പൊ കാണാനുണ്ട്. അത്ഭുതങ്ങളാലും അടയാളങ്ങളാലും വീര്യപ്രവൃത്തികളാലും. പണ്ട് പരിശുദ്ധാത്മാവിനെ കുറിച്ച് കേൾക്കാനേ ഉള്ളായിരുന്നു, ഇപ്പൊ കേൾക്കാനും കാണാനുമുണ്ട്. ബിഹോൾഡ് എന്ന പദം ക്രിസ്തുവിലാണ് ആരംഭിക്കുന്നത്. കാണത്തക്കവണ്ണം. ബിഹോൾഡ് ദ ലാംബ് ഓഫ് ഗോഡ്, ദൈവത്തിന്റെ കുഞ്ഞാട്. കാണുക, ദൈവത്തിന്റെ കുഞ്ഞാട് പാപം ചുമന്നൊഴിക്കുന്നു. തീർന്നു. ആ കൊണ്ടുപോയ ആള് ആടിനെ പാളയത്തിന്റെ വെളിയിൽ വെറുതെ വിട്ടേക്കും, അതിന് രക്ഷപ്പെടാം. അദ്ദേഹം സന്ധ്യ വരെ അശുദ്ധനായി പാളയത്തിന്റെ വെളിയിൽ പാർത്തേച്ച്, കാര്യം പാപം ചുമിക്കൊണ്ടാ പോയെ, പാളയത്തിന്റെ വെളിയിൽ പാർത്തേച്ച് സന്ധ്യയ്ക്ക് ശേഷം, സൂര്യാസ്തമനത്തിന് ശേഷം ശരീരം വെള്ളത്തിൽ കഴുകി വസ്ത്രം അലക്കി ശുദ്ധനായി തിരിച്ച് പാളയത്തിൽ വരാം. അദ്ദേഹത്തിന് പകൽ പാളയത്തിനകത്ത് വരാനൊക്കത്തില്ല. ഇനി ശേഷിക്കുന്നത് ഒരാട്ടുകൊറ്റനാണ്, യഹോവയ്ക്കെന്ന് ചീട്ട് വീണ ആട്ടുകൊറ്റൻ. ആ ആട്ടുകൊറ്റനെ മഹാപുരോഹിതന്റെ കൈകൊണ്ട് യാഗപീഠത്തിങ്കൽ അറക്കും. അറക്കുമ്പോൾ അല്പം രക്തം, ഇവിടെയാണ് രക്തം തുടങ്ങുന്നത്, അല്പം രക്തം ഒരു സ്വർണ്ണ തളികയിൽ അദ്ദേഹം എടുത്ത് മാറ്റിവെക്കും, ഒരു വിശുദ്ധ സ്ഥലത്ത് മാറ്റിവെക്കും. ബാക്കി രക്തം യാഗപീഠത്തിന്റെ ചുവട്ടിൽ ഒഴിക്കും. എന്നിട്ട് ഈ മൃഗത്തെ തോലുരിക്കും. അതിൻ്റെ തോലും ചാണകവും അശുദ്ധ ഭാഗങ്ങളും ചേർത്ത് ഒരു മനുഷ്യന്റെ കൈയിൽ കൊടുക്കും. അയാളിതും ചുമ്മി പാളയത്തിന്റെ വെളിയിൽ കൊണ്ടേ വെണ്ണീറിടുന്ന വിശുദ്ധ സ്ഥലത്ത് വെച്ച് അത് ചുട്ടുകളി. ചുടാൻ കൊണ്ടുപോയവൻ പോലും സന്ധ്യ വരെ അശുദ്ധനെന്ന് പ്രഖ്യാപിച്ച് പാളയത്തിന്റെ വെളിയിൽ പാർക്കും. സന്ധ്യയ്ക്ക് ശേഷം ദേഹം വെള്ളത്തിൽ കഴുകി കുളിച്ച് വസ്ത്രമലക്കി അദ്ദേഹത്തിന് മടങ്ങി വരാം. മിച്ചമുള്ള മുഴുവൻ ഭാഗങ്ങളും യാഗപീഠത്തിന്റെ മേൽ ദഹിപ്പിക്കും. എബ്രായ ലേഖനം 13-ാമത്തെ അധ്യായത്തിൽ യാഗപീഠത്തിങ്കൽ ശുശ്രൂഷിക്കുന്നവർക്ക് അഹോവൃത്തി കഴിപ്പാൻ അവകാശമില്ലാത്ത ഒരു യാഗപീഠം നമുക്കുണ്ട് എന്ന് പറയുന്നത് ഈ യോം കിപ്പൂർ ദിവസം നടക്കുന്ന യാഗത്തെ ഓർപ്പിച്ചുകൊണ്ടാണ്. ആ യാഗത്തിൽ നിന്ന് പുരോഹിതന്മാർക്ക് ഭക്ഷിക്കാൻ ഒന്നുമില്ല. കുറെ യാഗപീഠത്തിന്റെ ചുവട്ടിൽ പോയി കുറെ കിണ്ണത്തിനകത്തിരിക്കുന്നു, ബാക്കി കുറെ വെളിയിൽ പോയി, മിച്ചമുള്ളത് മുഴുവനും യാഗപീഠത്തിന്റെ മേൽ ദഹിച്ചു. ഇത് ദഹിച്ചു കഴിഞ്ഞ ശേഷം മഹാപുരോഹിതൻ പ്രത്യേക വസ്ത്രങ്ങൾ ധരിച്ച് തൻ്റെ ഇടത്തെ കയ്യിൽ ആ രക്തം വെച്ചിരിക്കുന്ന തളികയെടുത്ത് വലത്തെ കയ്യിൽ പുകയുന്ന ഒരു ധൂപകലശവും പിടിച്ച് ദേവാലയത്തിന്റെ അതിപരിശുദ്ധ സ്ഥലത്തേക്ക് കയറുവാൻ 2-ാം തിരശ്ശീലയുടെ പുറകിലോട്ട് കയറും. അദ്ദേഹം കയറുന്ന ശൈലി, ഞാൻ ഇത്രയും പറയാനുള്ള കാര്യം, 1-ലധികം 4-5 റബിമാരുമായി സംസാരിച്ച് എനിക്ക് കിട്ടുന്നിടത്തോളം ഇൻഫർമേഷൻ കളക്ട് ചെയ്ത, ഈ മനുഷ്യനൊരു പ്രത്യേകത കൊണ്ട് എറിയുന്നവന്റെ കല്ല് കൊടുക്കണം, ദൈവത്തിനൊരു പ്രത്യേകത കൊണ്ട് പറയുന്നവനെ വിവരം ഏൽപ്പിക്കണം. അതുകൊണ്ട് എന്നെ ഏൽപ്പിച്ച് 4-5 റബിമാരുമായി കണ്ട് ദിവസങ്ങൾ ചെലവഴിക്കുവാൻ കർത്താവ് എനിക്ക് പദവി തന്നിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അവർ കയറിയിരുന്നത്, മഹാപുരോഹിതൻ 2-ാം തിരശ്ശീലയുടെ അടുത്തു വന്നാൽ അകത്തോട്ട് നോക്കത്തില്ല. കാര്യം നഗ്ന കണ്ണുകൾ കൊണ്ട് അതിപരിശുദ്ധ സ്ഥലം കണ്ടുപോയെങ്കിൽ അപ്പ
ചിലപ്പോൾ ചത്തു വീഴും. രണ്ടാമതിനൊരു എക്സ്ക്യൂസ് ഇല്ല. അത്ര ഭയത്തോടെയാണ് പോകുന്നത്. ക്ഷമിക്കപ്പെടാത്ത ഒരു പാപം പുറകിലുണ്ടെങ്കിൽ ചത്തു വീഴും. താൻ യാഗം തുടങ്ങിയത് മുതൽ അകത്ത് കയറുന്നത് വരെ മറ്റൊരു മനുഷ്യൻ തൻ്റെ ശരീരത്ത് തൊട്ടാൽ ചത്തു വീഴും. കാര്യം ഇതെല്ലാം പാടില്ലാത്ത കാര്യം. അത്രയും വേർപാട് വേണം. ഭൂമിയിൽ ആരോടും ബന്ധമില്ലാത്ത വേർപാട്. കാര്യം ദൈവസന്നിധി കയറാൻ പോകുകയാ. ദൈവസാന്നിധ്യം അതിപരിശുദ്ധ സ്ഥലത്താ. ഇത്രയും ലക്ഷണങ്ങളുള്ള മഹാപുരോഹിതൻ ഇടത്തെ കയ്യിൽ രക്തവും വലത്തെ കയ്യിൽ ആ പുകയുന്ന ധൂപവുമായി വന്ന് കർട്ടന്റെ ഒരു സൈഡ് മാറ്റി ഈ ധൂപം അകത്തോട്ട് പിടിക്കും. അതിനകം പുകയായി കഴിഞ്ഞാൽ അദ്ദേഹം അകത്ത് കയറും. പുക മുമ്പിൽ പിടിച്ചുകൊണ്ട് അതിപരിശുദ്ധ സ്ഥലത്തൂടെ ഒന്ന് നടക്കും. അങ്ങനെ നടക്കുന്നതോടുകൂടെ അതിപരിശുദ്ധ സ്ഥലം മുഴുവനും തിക്ക് ക്ലൗഡ്. ഇനി അവർ പറയുന്നതനുസരിച്ച് അന്ന് ദേവാലയത്തിൽ ഉപയോഗിച്ചിരുന്ന ഈ വാസനദ്രവ്യങ്ങൾ, ഈ പുകയുണ്ടാക്കുന്നത് ഇന്ന് ഭൂമിയിൽ സൗദി അറേബ്യയിൽ മാത്രമേ കിട്ടൂ. അവിടുത്തെ രാജകുടുംബങ്ങൾ ഒഴിച്ചാൽ മറ്റാർക്കും അത് എടുക്കാനില്ല. അത്ര പ്രഷ്യസ് പദാർത്ഥങ്ങൾ കൊണ്ട് പുകയ്ക്കാൻ ഒക്കൂ. താഴെയുള്ളത് ദേവാലയത്തിൽ കൊണ്ടുവന്നവനൂടെ മുടിഞ്ഞു. അതിനപ്പുറത്തോട്ട് പിന്നെ ഇല്ല. കാര്യം ഇത് ദൈവസന്നിധിയാണ്. ഓൾ റൈറ്റ്. ഈ പുക അതിപരിശുദ്ധ സ്ഥലത്തായി കഴിഞ്ഞാൽ ധൈര്യമായി അദ്ദേഹം വലത്തെ കയ്യിലുള്ള ധൂപക്കുറ്റി ധൂപപീഠത്തിൻ്റെ മേൽ വെച്ച ശേഷം വലത്തെ കൈ ഇടത്തെ കയ്യിലിരിക്കുന്ന തളികയ്ക്കകത്ത് തൊട്ട് ആ രക്തമെടുത്ത് കൃപാസനത്തിൻ്റെ മേലോട്ട് തളിക്കും. രക്തം കൃപാസനത്തിൽ വീണാൽ, കൃപാസനം എന്ന് പറയുന്നത് എന്താ വന്നു? നിയമപ്പെട്ടകത്തിൻ്റെ മുകളിലത്തെ മേൽമൂടി. അതിൻ്റെ രണ്ട് വശത്തും രണ്ട് കെരൂബുകൾ നിൽക്കുകയാണ്. അതിൻ്റെ നടുവിലേക്ക് ഈ രക്തം തളിക്കും. ഈ രക്തം കൃപാസനത്തിൻ്റെ മേൽ വീണ് കഴിഞ്ഞാൽ രക്ഷപ്പെട്ടു. മഹാപുരോഹിതൻ ചാകത്തില്ല. ആ വർഷത്തെ ജനത്തിൻ്റെ മുഴുവൻ പാപങ്ങളും ക്ഷമിക്കപ്പെട്ടു. ആ മഹാപുരോഹിതൻ തുടർന്ന് ഈ ധൂപകലശവും എടുത്ത് ഇറങ്ങിപ്പോരും. മഹാപുരോഹിതൻ കയറി ചെല്ലുമ്പോൾ ഒത്തിരി പ്രത്യേകത. ഇപ്പം അങ്ങോട്ട് തൊടുന്നില്ല, കയറിയാൽ തീരെയില്ല. അതുകൊണ്ട് അങ്ങോട്ട് കയറുന്നില്ല. ഒത്തിരി ഞാൻ തൊട്ടതിൽ ഒത്തിരി കൂടുതലുണ്ട്. അത്രയും പ്രിക്കോഷനുകളോടുകൂടിയാണ് അദ്ദേഹം കയറി ചെല്ലുന്നത്. അദ്ദേഹത്തിൻ്റെ വസ്ത്രത്തിൻ്റെ അടിക്കത്തെ വിളുമ്പിൽ ഒരു പൊന്മണി, ഒരു മാതുളപ്പഴം, ഒരു പൊന്മണി, ഒരു മാതുളപ്പഴം എന്നിവ പൊന്നുകൊണ്ടുണ്ടാക്കി നൂല് കെട്ടിത്തൂക്കിയിട്ടുണ്ട്. മഹാപുരോഹിതൻ ദേവാലയത്തിൻ്റെ അതിപരിശുദ്ധ സ്ഥലത്ത് കയറി ചെന്ന ഉപദേശിമാർ ശ്രദ്ധിച്ച് കേട്ടോണം. ദേവാലയത്തിൻ്റെ അതിപരിശുദ്ധ സ്ഥലത്ത് ചെന്നാൽ അനങ്ങാതെ നിൽക്കാനൊക്കത്തില്ല. നിന്നാൽ വിശ്രമിക്കുന്ന സ്ഥലമല്ല ദൈവസന്നിധി. അതിക്ക് നടക്കാനേ ഒക്കത്തുള്ളൂ. എവിടെയെങ്കിലും നടക്കുമ്പോൾ ഈ പൊന്മണിയും മാതുളപ്പഴവും തമ്മിൽ കൂട്ടി അടിക്കുന്ന ശബ്ദം കേൾക്കും. ഒരു സെക്കൻഡ് ഈ ശബ്ദം നിന്നുപോയെങ്കിൽ ചത്ത് താഴെ കിടക്കും. ഉദാസീനതയോടെ കർത്താവിൻ്റെ വേല ചെയ്യുന്നവൻ ശപിക്കപ്പെട്ടവൻ. കർത്താവിൻ്റെ വേല ഉദാസീനതയോടെ ചെയ്യുന്നവൻ ശപിക്കപ്പെട്ടവൻ. അതിപരിശുദ്ധ സ്ഥലത്ത് കയറിയാൽ നിൽക്കാൻ ഒക്കത്തില്ല. അദ്ദേഹം ഇങ്ങനെ നടക്കുകയേ ഉള്ളൂ. തൻ്റെ വസ്ത്രത്തിൻ്റെ മുകളിലത്തെ തുമ്പത്ത് കഴുത്ത് കടക്കുന്ന ഇടത്ത് ഒരു പൊന്മണി, ഒരു മാതുളപ്പഴം എന്നിവ നൂലുകൊണ്ടുണ്ടാക്കി വെച്ചിട്ടുണ്ട്. കൃപാവരങ്ങളെയും പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങളെയും കാണിക്കുന്ന വെറും ഉദാഹരണങ്ങളാണ്. എന്നാൽ താഴത്തെ തുമ്പത്ത് വരുമ്പോൾ അത് അക്ഷരീകമായി പൊന്നുകൊണ്ടുണ്ടാക്കി കെട്ടിത്തൂക്കിയിരിക്കുക. മുകളിൽ നിന്ന് ശബ്ദം വരത്തില്ല, താഴെ നിന്ന് ശബ്ദം വരും. പഴയ നിയമത്തിൽ ആത്മാവിൻ്റെ ഫലങ്ങളും വരങ്ങളും കൂട്ടിയടിക്കുന്ന ശബ്ദമില്ലായിരുന്നു. പുതിയ നിയമത്തിൽ അത് ഇല്ലാതെ ഒക്കുകയില്ല. താഴത്തെ അറ്റത്ത് ഇവ അക്ഷരീകമായി കേൾക്കാം. ഇത് നിന്നോ സഭ ചത്തതാ, അത് കഴിഞ്ഞു. ഈ ശബ്ദം ഉയർന്നുകൊണ്ടിരിക്കും. അങ്ങനെ ഈ ശബ്ദം ഉയരുന്നതിനിടയിൽ അദ്ദേഹം ഇറങ്ങിപ്പോരും. ആ വർഷത്തെ പാപങ്ങൾ ക്ഷമിച്ചു. ഇതായിരുന്നു പഴയ നിയമത്തിൻ്റെ ചരിത്രം. ഈ ദേവാലയത്തിനകത്തിരുന്ന നിയമപ്പെട്ടകം മനുഷ്യനെ നോക്കാൻ ഒക്കത്തില്ല, മനുഷ്യന് കാണാൻ ഒക്കത്തില്ല. പണ്ടൊരു കാലത്ത് ഊസ ഇതിലൊന്ന് നോക്കി തൊട്ട കുറ്റത്തിനാണ് സ്വർഗത്തിൽ നിന്ന് തീ ഇറക്കി ദഹിപ്പിച്ചത്. ഈ നിയമപ്പെട്ടകം എടുത്തുകൊണ്ട് പോകുന്നത് എങ്ങനെ? പുരോഹിതന്മാർക്ക് ഇത് എടുത്തുകൊണ്ട് പോകാം. ഇത് മൂടും ആദ്യമേ. എന്നിട്ട് പെട്ടകത്തിൻ്റെ താഴത്തെ അറ്റത്തൂടെ, ഇതാണ് പെട്ടകമെങ്കിൽ ഇതിൻ്റെ താഴത്തെ അറ്റത്തൂടെ രണ്ട് വളയങ്ങൾ ഇപ്പുറത്തും രണ്ട് വലയങ്ങൾ അപ്പുറത്തുമിട്ട് ഒരു ക്രോബാർ ഇതിനകത്തൂടെ കടത്തും. ഈ ക്രോബാർ പുരോഹിതന്മാരുടെ തോളിന്മേൽ എടുക്കണം. താത്തു പിടിച്ചാൽ തലയുടെ ലെവലിന് താഴെ പെട്ടകത്തിൻ്റെ കൃപാസനം വന്നാൽ എടുത്തവന്മാർ നാലും തീരും. ഇത് തോളത്ത് വെച്ചാൽ കൃപാസനം കാണത്തില്ല. ആ ഉയരത്തിൽ മാത്രമേ ഇത് കൊണ്ടു നടക്കാൻ പറ്റത്തുള്ളൂ. ഇതായിരുന്നു ഇത് കൊണ്ടു നടക്കേണ്ട പ്രമാണം. ഞാൻ ഈ പ്രമാണം ഇങ്ങോട്ട് പറഞ്ഞു വരുമ്പം ഇത് തന്നെയാണ് നിയമപ്പെട്ടകം. ആ കാണുന്നതാണ് ആ മുഴുവനും പൊന്നുകൊണ്ട് പൊതിഞ്ഞ നിയമപ്പെട്ടകം. ഇതിനകത്ത് തേണ്ട ഒരു ക്രോബാർ ഇവിടെ കാണിച്ചിട്ടുണ്ട്. ഏറ്റവും അടിയിൽ ഇതാണ് എടുത്തോണ്ട്. ഇത് റിയൽ പിക്ചർ എടുത്ത് വെച്ചിരിക്കുന്നത്. ഈ ക്രോബാറിന്റെ വിശദീകരണം കേൾക്കണോ? തടി കൊണ്ടാണ് ഈ ക്രോബാർ ഉണ്ടാക്കേണ്ടത്. ഉണ്ടാക്കി പൊന്നുകൊണ്ട് പൊതിയണം. ഇത് പൊള്ളയായി ഉണ്ടാക്കണം.
പൊള്ളയുടെ മെഷർമെന്റ് തമ്പുരാൻ കൊടുത്തിട്ടുണ്ട്. അത് തെറ്റിയാൽ തീർന്നു. വേദപുസ്തകത്തിന്റെ പ്രമാണങ്ങൾ വരവണ്ണത്തിന് മാറാൻ ഒക്കുന്നതല്ല, നമ്മുടെ ഇഷ്ടം പോലെ തിരുത്താൻ ഒക്കുന്നതല്ല. ഇത് നിത്യതയുടെ പ്രമാണമാണ്. ഈ ക്രോബാറിന്റെ അകം പൊള്ളയായിട്ടാണ് ഉണ്ടാക്കുന്നത്. ഈ എടുത്തുകൊണ്ട് നടക്കുന്ന ആ പൊള്ളയുടെ വലിപ്പത്തിന് ബൈബിളിൽ കണക്കുണ്ട്. അത് മാറ്റിയെടുക്കാനൊക്കത്തില്ല. നിശ്ചയമായിട്ടും ഇത് പിക്ചർ എടുത്തതാണ്. ആ പിക്ചർ എടുക്കുമ്പോഴുള്ള റിഫ്ലക്ഷനായി കാണുന്നത്. എന്നാൽ യഥാർത്ഥത്തിൽ ദൈവിക തേജസ് ഇതുപോലെയായിരുന്നു അതിനകത്ത് ഇറങ്ങി നിന്നിരുന്നത്. ഈ രണ്ട് സൈഡിലും കാണുന്ന രണ്ട് കെരൂബുകളുടെ രൂപമാണ്. നമുക്കൊരു കെരൂബിനെ പിന്നെ കാണാം, ഒടുവിൽ നമുക്കതിനെ കാണാം. ഡിഫറെന്റ് ആംഗിൾസിൽ ആ പിക്ചർ അവർ എടുത്തിട്ടുണ്ട്. ഇതിന്റെ മണ്ടയ്ക്ക് ആ രക്തം ചെന്ന് വീണാൽ രക്ഷപ്പെട്ടു. ഇത് 2 ദിനവൃത്താന്തങ്ങളുടെ പുസ്തകം വരെ ഉള്ളു ബൈബിളിൽ. പിന്നെ ഈ സൂത്രത്തെക്കുറിച്ച് ഒരു അറിവില്ല. 2 ദിനവൃത്താന്തങ്ങളുടെ പുസ്തകത്തിൽ ശലോമോൻ രാജാവ് പണിത ദേവാലയത്തിനകത്ത് ഇതുകൊണ്ട് വെച്ചേക്ക് എന്നും പറഞ്ഞ് പുരോഹിതന്മാരെ ഭരണാധികാരികൾ കൗൺസിൽ ചെയ്യുന്നത് കാണാം. ഇത് നിങ്ങളുടെ തോളുകൾക്ക് ഭാരമായിരുന്നു. പോകുന്നിടത്തെല്ലാം ഇത് എടുത്തുകൊണ്ട് നടക്കണമായിരുന്നു. ഇത് നിങ്ങളുടെ തോളുകൾക്ക് ഭാരമായിരുന്നു. ഏതായാലും പെർമനൻ്റായി ഒരു നല്ല ദേവാലയം പണിതതോടെ നിങ്ങളുടെ തോളുകളുടെ ഭാരം കഴിഞ്ഞു, കൊണ്ട വെച്ചേക്കാൻ പറഞ്ഞു. പിന്നിപ്പോൾ ഇതിനെക്കുറിച്ച് ബൈബിളിൽ രേഖയില്ല.